ഡേ 1. ഈ വർഷത്തെ ഏറ്റവും ബെസ്റ്റ് മൊമെൻറ്റ്സിലേക്കാണ് ഞാനിപ്പോൾ യാത്ര ചെയ്യാൻ പോകുന്നത്. 7 വർഷങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ കാണാൻ പോവാണ്. ഞങ്ങളെല്ലാവരും കൂടി ഒത്തുകൂടാൻ പോവാണ്. ഞാൻ തൃശ്ശൂരിൽ നിന്ന് കയറി, അത് കഴിഞ്ഞ് കോട്ടയം എത്തി. കോട്ടയത്തു നിന്ന് ഒരാൾ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ദിസ് ഇസ് ഗൗരി. സോ പിന്നെ ഞങ്ങൾ ഒരുമിച്ചായി യാത്ര. അങ്ങനെ ഞങ്ങൾ കുറേ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ സംസാരിച്ച് ചെങ്ങന്നൂരെത്തി. ചെങ്ങന്നൂർ നാര് കയറി ഹരിനെ ഞങ്ങൾ ഹരിയെന്നും വിളിക്കും, ചന്ദന എന്ന് വിളിക്കും. കുറേ നാളുകൾക്ക് ശേഷമാണ് ഗൗരി കാണുന്നത്. സോ അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ആണ് കാണുന്നത്. പിന്നെ ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ സംസാരിച്ചിരുന്നു. 7 വർഷങ്ങൾക്ക് ശേഷമല്ലേ ഒരുമിച്ച് കാണുന്നത്. വീഡിയോ കോളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് കാണുന്നത് ഇപ്പോഴാണ്. അങ്ങനെ ഞങ്ങൾ കൊല്ലത്തേക്ക് യാത്ര കണ്ടിന്യൂ ചെയ്തു. കൊല്ലം എത്താറായപ്പോൾ നമ്മളെല്ലാം ബാഗും സാധനങ്ങളും ലഗേജൊക്കെ എടുത്ത് റെഡിയായി. അങ്ങനെ നമ്മൾ കൊല്ലത്തെത്തി. കൊല്ലത്ത് വെച്ച് നമ്മൾ കുറച്ച് റീൽസൊക്കെ ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഫ്ലോപ്പായി പോയി. കാണണോ? ഉദ്ദേശിച്ച സംഭവം ഷൂട്ട് ചെയ്ത് വന്നപ്പോഴത്തേക്കും ട്രെയിനിൻ്റെ വഴിക്ക് പോയി. പിന്നെ എന്തായാലും ഇറങ്ങി തിരിച്ചു. അപ്പോൾ പിന്നെ എടുത്തന്നെ. പിന്നെ ഫ്ലോപ്പായ റീലൊക്കെ എടുത്ത് ഞങ്ങൾ യാത്ര വീണ്ടും തുടങ്ങി. ഇനി ലച്ചുൻ്റെ വീട്ടിലേക്ക് പോവാണ് നമ്മൾ. എന്ത് പ്രശ്നമാണ്? കണ്ണ് ചീഞ്ഞ് പഴുത്തിരിക്കുകയാണോ? അങ്ങനെ ഞങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് രാഹുലേട്ടൻ വന്നു. രാഹുലേട്ടൻ ലച്ചുവിൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ. ഇതാണ് രാഹുലേട്ടൻ. അങ്ങനെ ഞങ്ങൾ പെട്ടിയുമൊക്കെ കാറിൽ വെച്ച് പിന്നെയും യാത്ര തുടങ്ങി. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്തെങ്കിലും പറയ്. ഹലോ, നമ്മൾ എവിടേക്കാ പോകുന്നത്? ലച്ചുവിനെ കാണാൻ പോവാണ്. അങ്ങനെയല്ല കൂട്ടുകാരെ, ഡോറയുടെ പ്രയാണം, ഗോപുവിന്റെ പ്രയാണം. നമ്മൾ ലച്ചുവിനെ കാണാൻ പോവാണ്. ഞാനും ഗോപു ഭയങ്കര എക്സൈറ്റഡാ. ബിക്കോസ് ഞങ്ങൾ കുറെ വർഷങ്ങൾക്ക് ശേഷം കാണാം. 7-8 വർഷങ്ങൾക്ക് ശേഷം ലച്ചുവിനെ കാണാൻ പോവാം. ഹരി ഓൾറെഡി കാണാറുണ്ട്. പിന്നെ നമ്മൾ വന്നതിന്റെ ഉദ്ദേശം എന്താണ്? കല്യാണം. ഞങ്ങളുടെ ചെറുക്കന്റെ കല്യാണം. അപ്പൊ നമുക്ക് അടിച്ച് പൊളിക്കണ്ടേ? അങ്ങനെ ലച്ചുവിൻ്റെ വീട്ടിലെത്തി. ലച്ചുമോൾ ഭക്ഷണം കഴിക്കുകയായിരുന്നു. കുട്ടിക്ക് വിശന്നു. പിന്നെ ഞങ്ങളും വേഗം ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വർത്താനം പറഞ്ഞിരുന്നു. ബിരിയാണി ആട്ടോ കഴിച്ചത്. പിന്നെ നമ്മൾ ലച്ചുവിൻ്റെ വീടിൻ്റെ അവിടുത്തെ പറമ്പും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പോയി. അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നടക്കുമായിരുന്നു. പിന്നെ ലച്ചു എന്തോ സാധനം തരാമെന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാവരെയും ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. സൺകിസ്റ്റ്. ഓക്കെ, കണ്ടിട്ടില്ല. നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം. അതെ. ലച്ചു നമുക്ക് മിറാക്കിൾ ഫ്രൂട്ട് തന്നിട്ടുണ്ട്. നിങ്ങളവിടെ എന്താണ് ഇതിനെ പറയുക? ഇതിൻ്റെ മലയാളം എന്തെങ്കിലും അറിയെങ്കിൽ പറയണേ. ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാനത് കുഞ്ഞു കഴിച്ചോണ്ട് തോന്നുന്നുണ്ട്. കൊള്ളാം. പുളിയും മധുരം അല്ലേ? രമ്മി 2 കഴിച്ചോ? 3 അത് വിഴുങ്ങായിരുന്നു. ഗൗരി പണ്ട് തൊട്ടേ എങ്ങനെയാണ്? ഏറ്റവും സ്ലോ ഈറ്റർ ഞാനാണ്. എൻ്റെ കൂടെ ഇവിടെ കൂട്ടി ഞാൻ ഇവിടെ സ്ലോ ഈറ്റർ ആക്കി എടുത്തു. ഏറ്റവും കൂടുതൽ ഞാൻ ഈ നാരങ്ങ വായിൽ ഒഴിച്ചു തരാം. തുറന്നോ? അതും കൂടെ പറ. മധുരം. എനിക്ക് മിറാക്കിൾ. വാവ്. ആടി
പഞ്ചസാരയുടെ ടേസ്റ്റ്. ഇനി നിങ്ങൾ എന്ത് കഴിച്ചാലും കുറെ നേരത്തേക്ക് മധുരം മാത്രമേ ഉണ്ടാവും. വാവ്. ഇത് നിങ്ങൾ നക്കി കഴിച്ചോ. കൊറേ നേരം നിങ്ങൾ നാരങ്ങ കഴിച്ചാലും മധുരം ഉണ്ടാവും. ലൈം ജ്യൂസ് കുടിക്കണ പോലെ ഭയങ്കര മധുരം. അത്ര പുളിയുള്ള നാരങ്ങയാണ് നിങ്ങൾക്ക് തന്നത്, പച്ച നാരങ്ങ. മനസ്സിലായോ? കൊള്ളാലോ ഈ ട്രിക്ക്. അതേ ഇതിന്റെ മിറാക്കിൾ ഫ്രൂട്ട് എന്ന പേര് വന്നത്. മലയാളം എന്തെങ്കിലും ഉണ്ടോ അതിന്? മിറാക്കിളിന്റെ മലയാളം തപ്പി പിടിക്കും. വിസ്മയ. ഓക്കെ, നിങ്ങൾ പറയാം മിറാക്കിൾ ഫ്രൂട്ട്. അത് എങ്ങനെയാണെന്നും കൂടെ പറഞ്ഞു കൊടുക്കുക. മിറാക്കിൾ ഫ്രൂട്ട് കഴിച്ചിട്ട് പുളിയുള്ള എന്ത് സാധനം കഴിച്ചാലും മതിരിക്കും. മധുരം. ഇപ്പൊ നാരങ്ങ. ഞാൻ മറ്റേ സ്ട്രോബെറി മേടിച്ചോട്ട് വന്നു, പുളിയുള്ള സ്ട്രോബെറി. പക്ഷെ നല്ല പഴുത്ത മാങ്ങയുടെ മധുരമായിരുന്നു. നല്ല മധുരം. സൂപ്പറായിരുന്നു. ഇത് നെക്സ്റ്റ് ഡേക്ക് വേണ്ടിയിട്ടുള്ള കേക്കാണ് കേട്ടോ. പിന്നെ എന്താ, റീൽസിന് വേണ്ടിയിട്ടുള്ള ഡാൻസ് പഠിത്തായി. ഇനി എന്നെ എല്ലാവരും ജോയിൻ ചെയ്തോ. എന്റെ പിന്നില് വണ്ടി പിടിക്കാം. മാടി വന്ന് പിടിക്കാം. രാഗി ഉണ്ടല്ലോ. രാഗി ആരെങ്കിലും ഓടി വാ, ഓടി വാ. അല്ല, വണ്ടിയെല്ലാം കൂടെ കടലിൽ പോകാതിരുന്നാ കൊള്ളാം. ഇതിൻ്റെ വീഡിയോ ഞാൻ വന്നിട്ട് ഷോർട്സ് ആയിട്ട് ഓൾറെഡി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ അവിടെ ടാഗ് ചെയ്ത് കൊടുക്കാം, നിങ്ങളെല്ലാവരും കാണണം. സോ നമ്മൾ രാഗീനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഏകദേശം എത്താറായിട്ടുണ്ട്. രാഗി ഖത്തറിൽ നിന്ന് അതാ ഇത്രയും വലിയ സ്വീകരണം വേറെ ഒരാൾക്കും കിട്ടിയിട്ടുണ്ടാവില്ല. തുറന്നെടുക്ക് ഇറങ്ങട്ടെ. ഓ മൈ ഗോഡ്. അതൊക്കെ പിടിച്ചോളെ. നിക്ക് ഈ പെട്ടിയിൽ ഞങ്ങൾക്കുള്ള സാധനങ്ങൾ. രാഗി ഇവിടെ നിന്നോളൂ. നമ്മളിപ്പോ പെട്ടി തുറക്കൽ ചടങ്ങിലേക്ക് കടക്കുകയാണ്. ഖത്തർ പെട്ടി. രാഗി ഞങ്ങൾക്ക് വേണ്ടി കുറച്ചധികം സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഖത്തറിൽ നിന്ന്. നമുക്ക് അതൊക്കെ ഒന്ന് കാണാം അല്ലേ? എക്സ്പ്രഷൻ ഇട്ടോളൂ ഗൗരി. ഈ പെട്ടി മൊത്തം രാഗി ഞങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്ന സാധനങ്ങളാണ്. മെയിനായിട്ട് ചോക്ലേറ്റ്സ് ആണ്. പിന്നെ അതുപോലെ പെർഫ്യൂം, അങ്ങനെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ പെട്ടി പൊട്ടിച്ച് എല്ലാവരും ഒന്നും നോക്കില്ല, അങ്ങ് വാങ്ങിച്ചു. അതെ, നീ ഇവിടെ അതിനെക്കാട്ടി കൂടുതൽ എനിക്ക് മുടക്കി. നാളെയാണ് നമ്മുടെ മെയിൻ കലാപരിപാടികൾ തുടങ്ങുന്നത്. ഇത്രേ ഉള്ളൂ, പോകാൻ പറ്റും.